നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ കരിവള്ളൂർ കട്ടച്ചേരിയിൽ യുവതി തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. പി നീതു എന്ന 36-കാരിയാണ് ആത്മഹത്യ ചെയ്തത്. നിർമ്മാണ തൊഴിലാളിയായ സി ജയന്റെ ഭാര്യയാണ് നീതു. ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് നീതു ചെയ്തത് കുട്ടികളെ സ്കൂളിലേക്ക് അയച്ചു. അതിനുശേഷമാണ് രാവിലെ 10 മണിയോടെ ഈ ഒരു കടുങ്കൈ നീതു ചെയ്തിരിക്കുന്നത്. തീ കൊളുത്തി മരിക്കുകയായിരുന്നു. വീടിന്റെ മുറ്റത്താണ് ഗുരുതരമായി പൊള്ളലേറ്റ നിലയിൽ നീതുവിനെ കണ്ടത്. അയൽവാസികൾ ഉടൻ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല. കുടുംബ പ്രശ്നമാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വളരെ വിഷമകരമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയച്ച ശേഷമാണ് ഇത്തരത്തിലുള്ള കടുങ്കൈ നീതു ചെയ്തിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം മറ്റൊരു സംഭവം ഉണ്ടായി. തിരുവനന്തപുരത്ത് കമ്പിപ്പാര കൊണ്ട് അച്ഛൻ മകന്റെ തലയ്ക്കടിച്ചു. ഹൃത്തിക് എന്ന 28-കാരനാണ് അച്ഛനെ മർദ്ദനമേറ്റപ്പോൾ ചികിത്സയിലായിരിക്കുന്നത്. അച്ഛൻ വിനയാനന്ദനെതിരെ വഞ്ചൂർ പോലീസ് കേസെടുത്തു. സുഹൃത്തിന്റെ പരാതിയിലാണ് കേസ്. ആഡംബര കാറിനെ ചൊല്ലിയുള്ള തർക്കമാണ് ആക്രമണത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറഞ്ഞു. തിരുവനന്തപുരം വഞ്ചൂരിലായിരുന്നു സംഭവമുണ്ടായത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ മകൻ ഹൃത്തിക്കിനെ മെഡിക്കൽ കോളേജിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ആഡംബര കാർ വാങ്ങി നൽകാത്തതിന് പിതാവിനെ മകൻ ആക്രമിച്ചു. പ്രകോപിതനായ പിതാവ് തിരിച്ചു മകനെ കമ്പിപ്പാര കൊണ്ട് ആക്രമിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഗുരുതരമായ പരിക്കേറ്റത്. സംഭവത്തിൽ വഞ്ചൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുകയാണ്. പരിക്കേറ്റ ഹൃതിക്കിനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ICUവിൽ ചികിത്സയിലാണ് ഹൃതിക്. എന്തായാലും ഒളിവിലാണ് വിനയാനന്ദനെ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഈ ആഡംബരക്കാർ ആവശ്യപ്പെട്ട് സ്ഥിരമായി വീട്ടിൽ വഴക്കുണ്ടാക്കാറുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ലക്ഷങ്ങൾ വില വരുന്ന ബൈക്ക് വിനയാനന്ദ് മകന് വാങ്ങിക്കൊടുത്തിരുന്നു. ആഡംബര കാർ വേണമെന്ന് പറഞ്ഞ് വീട്ടിൽ തർക്കം പതിവായിരുന്നു. ഇരുവരും തമ്മിലുള്ള തർക്കത്തിനിടെ മകൻ പിതാവിനെ ആക്രമിക്കുകയായിരുന്നു. തുടർന്ന് പ്രകോപിതനായ പിതാവ് കമ്പിപ്പാര ഉപയോഗിച്ച് മകനെ ആക്രമിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.